ഈ വീട്ടുവേഷത്തിൽ ഇത്ര തിടുക്കപ്പെട്ട് എന്റെ അച്ഛനെയും കൊണ്ട് നീ എങ്ങോട്ടാ ശങ്കരനാരായണ? അയാളൊരു കൊലപ്പുള്ളിയാണ്. ചെളുക്കെ അയാളാ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നാറുന്ന നാണക്കേടായ അന്തസ്സുള്ള മുഴുവൻ പോലീസുകാരുടെയും ആത്മാഭിമാനത്തിലെ തേച്ചാലും മാച്ചാലും മായാത്ത വൃത്തികെട്ട കറയാത്താൻ അദ്ദേഹത്തെ അയാളെന്ന് വിളിക്കരുത്. വിളിച്ചാൽ ആ നാവിൽ ഞാൻ പച്ചിരിമ്പി പണിത മോതിരവിടും. ഒരു കൊലക്കേസ് പ്രതിക്ക് കൊടുക്കേണ്ട മാന്യത എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ചെറുപ്പുറകിട്ട് കാലം കുറെ ആടൂ. അതേടോ ചെറുപ്പ ഇത്രയും കാലം താൻ ചെയ്തത്. കാലാകാലങ്ങളിൽ മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെയും മേലധികാരികളുടെയും പ്രിയപ്പെട്ട ക്ഷൗരക്കാരനായിരുന്നു താൻ. ഇപ്പൊ ഈ തറ വേല കാണിച്ചത് മണപ്പള്ളി സുധീരനും അവന്റെ ചേട്ടനും സുഖം കിട്ടാനുമാണെന്നും അറിയാം. പക്ഷെ മോനെ ദിനേശ, നീ പറഞ്ഞ നിന്റെ ഈ കുലത്തൊഴിലുണ്ടല്ലോ, അത് എന്റെ ദേഹത്ത് നടത്തല്ലേ. കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം, കേസ് രജിസ്റ്റർ ചെയ്യാം, കോടതിയിൽ ഹാജരാക്കി തെളിവുകളും സാക്ഷികളും നിരത്തി വെച്ച് വാദിക്കാം. എന്നിട്ട് വിധി എഴുതാനിരിക്കുന്ന തിരുമനസിന് ബോധ്യപ്പെടണം. അപ്പോഴേ അദ്ദേഹം കുറ്റവാളിയാകുന്നുള്ളൂ. SP സുധീറിന്റെ ഓഫീസിൽ ഞാൻ അച്ഛനെ കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ കൊണ്ടുപോകണം അദ്ദേഹത്തെ. മോനെ ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ. തടഞ്ഞാൻ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലി ചതക്കയല്ല, കുത്തിക്കൊല്ലും ഞാൻ. എന്റെ അച്ഛന് വേണ്ടിയാവുമ്പോ ഞാനത് സന്തോഷത്തോടെ ചെയ്യും. തട്ടുമെന്ന് പറഞ്ഞാൽ തട്ടും. ദിനേശ, നിന്റെ കുടുംബം കോഞ്ഞാട്ടായി പോവേ. പോലീസുകാരാ, ഞാൻ ഈയിടെ എന്റെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ചു. അതിൽ എഴുതിയിട്ടുണ്ട് പോലീസുകാരെ കൊല്ലാനുള്ള യോഗം ഉണ്ടെന്ന്. അച്ഛൻ വരും.